എല്ലാവിധ ദുഷിപ്പുകളാലും പാപത്താലും നിറയപ്പെട്ട ഈ ലോകത്തിൽ സഹോദര സഹോദരി, വിശുദ്ധിയോടെ ജീവിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? കർത്താവിന്റെ വിശ്വസ്തതയിൽ വ്യാപരിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? കർത്താവിനും അവിടുത്തെ സഭയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്ന ദൈവശക്തിയാൽ സാത്താൻ അടിസ്ഥാനങ്ങളെ തകർക്കുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? അസംഖ്യം ആത്മാക്കളെ കർത്താവിനായി നേടുവാൻ നിന്റെ ഹൃദയത്തിൽ ആത്മഭാരമുണ്ടെങ്കിൽ പരിശുദ്ധാത്മ തരുന്ന ആലോചന എന്താ? ഞാനും നീയും ഈ അധികമായ അഭിഷേകത്താൽ നിറയപ്പെട്ടേ മതിയാകൂ. ഹല്ലേലൂയ, more anointing, കൂടുതലായ അഭിഷേകം, കൃപയ്ക്കുമേൽ കൃപ, അഭിഷേകത്തിന് മേൽ അഭിഷേകം. ഇതാണ് പരിശുദ്ധാത്മ നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിലൊന്നാമത്തെ റിസൾട്ട്, അധികമായ അഭിഷേകം നമുക്ക് നൽകുന്ന ഒന്നാമത്തെ റിസൾട്ട്, ഫലം എന്താണ്? സങ്കീർത്തനങ്ങൾ 92:10 മനോഹരമായ വചനം. ആദ്യ ദിനത്തിൽ തോമസ് കുമളി ബ്രദർ, കർത്താവിന്റെ പ്രിയപ്പെട്ട ദാസൻ, ആ വചനത്തിലൂടെ നമ്മോട് ഇടപെട്ടു സംസാരിച്ചു. എന്താണ് ദൈവത്തിന്റെ ആത്മാവ് തരുന്ന ആലോചന? നിങ്ങൾ ശ്രദ്ധിക്കണമേ, വചനം എന്താണ് പറയുന്നത്? എന്നാൽ അവിടുന്ന് എന്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തി. എന്താ പരിശുദ്ധാത്മ പറയുന്നത്? കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തി. എല്ലാവരും പറഞ്ഞ ഉയർത്തി. പോരാ, അല്പൂടി സ്വരത്തിൽ പറഞ്ഞ ഉയർത്തി. ഒന്നും കൂടി, ഉയർത്തി. എപ്രകാരമാണ് കാട്ടുപോത്തിന് കൊമ്പ് പോലെ ഉയർത്തപ്പെട്ടത്? ഈ ഉയർച്ചയ്ക്ക് പുറകിൽ ദൈവം ചെയ്തൊരു പ്രവൃത്തിയുണ്ട്, പരിശുദ്ധാത്മാവ് ചെയ്തൊരു പ്രവൃത്തിയുണ്ട്. എന്താണ് ഹോളി സ്പിരിറ്റ് ചെയ്തത്? എന്റെ ദൈവം, എന്റെ കർത്താവ് എന്റെ മേൽ പുതിയ തൈലം, ഫ്രഷ് ഓയിൽ, ഫ്രഷ് അനോയിന്റിംഗ്, ന്യൂ പവർ, പുതിയ ശക്തി, പുതിയ അഭിഷേകം, പുതിയ ഓയിൽ എന്റെ മേൽ എന്റെ ദൈവം ഒഴിച്ചപ്പോൾ ഞാൻ ഉയർത്തപ്പെട്ടു. ഹല്ലേലൂയ. അധികമായ അഭിഷേകം നമുക്ക് തരുന്ന ഒന്നാമത്തെ റിസൾട്ട് എന്താണ് പ്രിയപ്പെട്ടവരെ? ആത്മീയമായ ഉയർച്ചയാണ്, സ്പിരിച്വൽ പ്രോഗ്രസ് ആണ്. ഇന്ന് അനേകരൊരു മുരടിപ്പിലാണ്. സഭയാണെങ്കിലും നമ്മളിന്ന് നോക്കിയേ, എല്ലായിടത്തും ഒരു ക്ഷയം വന്നിരിക്കുകയാണ്, ഒരു മുരടിപ്പ്, ഒരു മങ്ങിച്ച. കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ഒരു വളർച്ചയില്ല. അതും കർത്താവിന്റെ മിനിസ്ട്രികളാണെങ്കിലും, കർത്താവിന്റെ ധ്യാന കേന്ദ്രങ്ങളാണെങ്കിലും, കർത്താവിന്റെ മിഷണറിമാരാണെങ്കിലും, കർത്താവിന്റെ പ്രേക്ഷിതരാണെങ്കിലും, കർത്താവിന്റെ ബഹുമാനപ്പെട്ട വൈദികരും സമർപ്പിതരാണെങ്കിലും, എവിടെയും ഒരു ജീർണത, ഒരു നിർജീവത്വം, ഒരു നിഷ്ക്രിയത്വം, ഒരു ആത്മീയ വന്ധ്യത, ഒരു മുരടിപ്പ് കാണാൻ പറ്റും. എന്താണ് ഇതിന് കാരണം? പരിശുദ്ധാത്മ വെളിച്ചം വീശുകയാണ്. എന്റെ സഹോദരി സഹോദരങ്ങളെ, അതിന്റെ കാരണം ഈ അധികമായ അഭിഷേകം പ്രാപിക്കുവാൻ ഞാനും നീയും വില കൊടുക്കുന്നില്ല. ആദ്യ ദിനത്തിൽ നമ്മൾ കേട്ടില്ലേ, രക്ഷ സൗജന്യമാണ്, അഭിഷേകം വില കൊടുത്തേ മതിയാകൂ. വിലപ്പെട്ടത് നേടണമെങ്കിൽ അതിന് തക്കതായ വില കൊടുത്തേ മതിയാകൂ. പ്രവാചകനായ ഏലിയായോട് എലീശ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എനിക്ക് ഡബിൾ പോർഷൻ അനോയിന്റിംഗ് വേണം, എനിക്ക് അങ്ങയുടെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണം. ഉടനെ പ്രവാചകനായ ഏലിയ പറഞ്ഞത്, എലീശ നീ മുട്ടുകുത്ത്, ഞാനൊന്ന് കൈവച്ച് പ്രാർത്ഥിക്കാം, ഉടനെ നിനക്ക് ഈ ഡബിൾ പോർഷൻ അനോയിന്റിംഗ് കിട്ടുമെന്നാണോ? അല്ല പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈസി ചെയറിൽ ഇരുന്ന് ചൂടുള്ള കാപ്പി കുടിക്കുന്നത് പോലെ അഭിഷേകം കിട്ടത്തില്ല. ഹല്ലേലൂയ. പ്രവാചകനെ ഏലിയ പറഞ്ഞു, എലീശ എന്റെ മകനെ, നിന്റെ ആഗ്രഹം നല്ലതാണ്, എന്നാൽ ഈ ഡബിൾ പോർഷൻ അനോയിന്റിംഗ് നിന്റെ മേൽ ഇറങ്ങണമെങ്കിൽ അത് വളരെ ദുഷ്കരമായ കാര്യമാണ്. അതിന് വളരെ വില കൊടുക്കണം. നീ ഒരുപാട് നഷ്ടം സഹിക്കേണ്ടി വരും, നീ മുറിയപ്പെടേണ്ടി വരും, നീ നുറുങ്ങപ്പെടേണ്ടി വരും, നീ ചതയ്ക്കപ്പെടും, നീ അതിനു വേണ്ടി ഒരു സമർപ്പണം നൽകേണ്ടി വരും. ഇത് നൽകാൻ തീരുമാനമുള്ളവർക്കാണ് ഈ അധികമായ അഭിഷേകം ദൈവം പകരുന്നത്.